ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അതായത് അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാമേ. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഒരു ഹൈപ്പൊക്കെ ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവാണ്. അങ്ങനെ നമ്മുടെ മനു കൊളുത്തുപുഴയിലെത്തി അലീനയെ കണ്ടു, സ്റ്റാൻലീനെ കണ്ടു, ഔദക്കുട്ടീനെ കണ്ടു, എല്ലാവരെയും കണ്ടു. അലീന സേഫ് ആണെന്നുള്ള കാര്യത്തിൽ സന്തോഷം ഉണ്ടെങ്കിലും ഇനി അലീനയെ കിട്ടുമോ എന്നുള്ളൊരു നിരാശയൊക്കെയാണ് പുള്ളിക്കാരൻ തിരിച്ച് പോയിരിക്കുന്നത്. ഏതായാലും നമ്മുടെ അലീനയ്ക്ക് ഒരുപാട് വിഷമമുണ്ട് കേട്ടോ. ഇനിയിപ്പോ എങ്ങനെയായി തീരുന്നൊന്നും അലീനയ്ക്കും അറിയില്ല. അലീനയ്ക്ക് ചെറിയൊരു സ്നേഹം മനുവിനോടുണ്ട്. അപ്പം അലീന അത് ഇതുവരെ തുറന്നൊന്നും പറഞ്ഞിട്ടില്ല, പ്രകടിപ്പിച്ചിട്ടൊന്നും ഇല്ല. എങ്കിൽ പോലും നമ്മുടെ അലീന ആ ഒരു സ്നേഹം, മനുവിനോടുള്ള സ്നേഹം തുറന്നു പറയാൻ പോവുകയാണ്. പക്ഷെ മനുവിനോടല്ല തുറന്നു പറയുന്നത്, നമ്മുടെ ഔദക്കുട്ടിച്ചായൻ, അതായത് അലീനയുടെ വല്യപ്പച്ചനോടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ മനു വന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഔദക്കുട്ടിച്ചായനും വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല. അങ്ങനെ ഒരു വേലക്കാരിയായിട്ട് നിന്ന വീട്ടിലെ പയ്യൻ ഒരു പെണ്ണിനെ കാണാൻ വരുന്നത് അത് എന്തുദ്ദേശമാണോ ദുരുദ്ദേശമാണോ എന്നൊന്നും ഔദക്കുട്ടിച്ചായൻ അറിയില്ലല്ലോ. അപ്പൊ ഔദക്കുട്ടിച്ചായന് ഭയങ്കരമായിട്ട് സംശയം. ഔദക്കുട്ടിച്ചായൻ ഇങ്ങനെ അങ്ങോട്ട് തലങ്ങനും വിലങ്ങനും ഒക്കെ നടന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്താണ് ഒന്നും അറിയില്ല, ആ പയ്യന്റെ ഉദ്ദേശം എന്താണ് എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ നമ്മുടെ അലീന വന്നു. അപ്പൊ അലീനയോട് ചോദിച്ചു, അത് പിന്നെ മോളെ നീ നിൽക്കുക, എനിക്ക് നിന്നോട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താ അപ്പച്ചാന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ വേറൊന്നും അല്ല, ഈ മനു സത്യം പറഞ്ഞ ആരാന്ന് ചോദിച്ചപ്പം അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അതെ അവിടത്തെ മേഡമില്ലേ വൈജാ മേഡത്തിന്റെ ആങ്ങളയുടെ മകനാണ് ഈ പറഞ്ഞ മനു. മനുവേട്ടനെ എന്നെ ഭയങ്കര ഇഷ്ടാ. മനുവേട്ടന് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമായി. പറഞ്ഞ വൈജാമേടത്തിനും കമലാമേടത്തിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, അല്ല നീ ആ വീട്ടിൽ വേലക്കാരിയായിട്ട് നിന്നല്ലേ, അങ്ങനെ ഒരു വേലക്കാരിയെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് അവൻ വരണമെങ്കിൽ അവന്റെ ഉദ്ദേശം ശരിയല്ലല്ലോ മോളെ. അതെങ്ങനെ ശരിയാകും? അവന്റെ ഉദ്ദേശം ശരിയല്ല. എന്തൊക്കെയോ ദുരൂഹത മണക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു ദുരൂഹതയും വേണ്ട വല്യപ്പച്ച, മനുവേട്ടൻ പാവമാണ്. മനുവേട്ടൻ കാരനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ വരാൻ പറ്റിയതും ഞാനിവിടെ ഇപ്പൊ എന്റെ അച്ഛന്റെ അടുത്ത് താമസിക്കുന്നതൊക്കെ. കാരണം ഞാൻ അങ്ങ് നെടുമ്പുരയ്ക്കലും കൈതക്കലൊക്കെ വന്നത് മനുവേട്ടൻ കാരണമാണ്. മനുവേട്ടനെ എന്നെ ഓഫനേജിൽ നിന്നും അങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്. എല്ലാവരും എന്നെ കൊണ്ടുവരാൻ വിസമ്മതിച്ചപ്പം എന്റെ മനുവേട്ടനാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. പിന്നെ അവിടുത്തെ എന്റെ അച്ഛനും കൂടെ ചേർന്നാണ്. അപ്പൊ അവരെയൊക്കെ എനിക്ക് മറക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ എന്നെയും അവർക്ക് മറക്കാൻ പറ്റത്തില്ലെന്ന് പറയുമ്പോ, അല്ല ഈ പറയുന്ന നിന്റെ ഈ മനുവേട്ടനുണ്ടല്ലോ, മനുവേട്ടന് നിന്നോട് ഏത് തരത്തിലുള്ള സ്നേഹമാണ്? എനിക്ക് കണ്ടിട്ട് അങ്ങോട്ട് ദഹിക്കുന്നില്ല മോളെ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഈ പറയുന്ന മനു ഇപ്പൊ നിന്നെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടെന്ന് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ. എനിക്ക് അങ്ങനെ തോന്നി. അവന്റെ കണ്ണുകളും നിന്നോടുള്ള സംസാരവും ഒക്കെ എന്തോ എനിക്ക് അങ്ങോട്ട് വല്ലാണ്ടങ്ങ് ദഹിക്കണില്ല. എനിക്കെന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ലെന്ന് പറഞ്ഞപ്പം നമ്മുടെ അലീന പറഞ്ഞു, അതെ വല്യപ്പച്ചൻ പറഞ്ഞത് ശരിയാണ്. ദുരുദ്ദേശമൊന്നും അല്ല വല്യപ്പച്ച, പക്ഷെ ഒരു നല്ല ഉദ്ദേശമുണ്ട് മനുവേട്ടന് എന്നോട് ആ കാര്യം പറഞ്ഞിരുന്നു. ഒരു ദിവസം മനുവേട്ടൻ എന്നോട് പറഞ്ഞതാണ് മനുവേട്ടന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഇഷ്ടാണെന്ന് വെച്ചാല് ഈ പ്രേമം, വേണമെങ്കിൽ അങ്ങനെ പറയാം. മനുവേട്ടന് എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്നേ മനുവേട്ടൻ എന്നോട് പറഞ്ഞു. ഓ, ഇനി അവൻ അങ്ങനെ പറയാലോ. കാരണം അവൻ ഇവിടെ വന്ന് കണ്ട് ഈ വീടും പറമ്പും ഇവിടത്തെ സൗകര്യങ്ങളും സാമ്പത്തികവും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി അങ്ങനെ പറയാലോ. വേലക്കാരീനെ എന്തുകൊണ്ട് ഭാര്യ ഇനി ആക്കിക്കൂടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീന ഒരു പുച്ഛ മനോഭാവത്തോടു കൂടി, എന്റെ പൊന്നു വല്യപ്പച്ചൻ ഇങ്ങനത്തെ ഒരു മനസ്സാണോ വല്യപ്പച്ചന്റെ വില കളയാതെ വല്യപ്പച്ച എന്ന് പറയുമ്പോഴത്തേക്കും, എന്റെ വില കളയുന്നതല്ല, എനിക്ക് തോന്നിയ കാര്യ ഞാൻ നിന്നോട് പറയുന്നത്. എന്റെ വല്യപ്പച്ച ഒരിക്കലും മനുവേട്ടൻ എന്നോട് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ല ഈ ഇഷ്ടത്തിന്റെയും പ്രണയത്തിന്റെയും വിവാഹം കഴിക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞത്. അതിപ്പം എന്നോട് പറഞ്ഞിട്ട് ഏകദേശം ഒരു 3-4 മാസമായി. ഞാൻ അവിടെ വേലക്കാരി ആയിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞതാ. ഈ പറയുന്ന സ്റ്റാൻലിയാണ് എന്റെ അച്ഛൻ, അതുപോലെ തന്നെ വൈജയാണ് എന്റെ അമ്മ എന്നൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ ഞാന് ആ അനാഥാലയത്തിൽ നിന്ന് അന്ന് എന്നെ വന്ന് കണ്ട് ആ ഒരു സമയത്ത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുവേട്ടൻ എന്നോട് ഇഷ്ടം തോന്നിയതാ. അല്ലാതെ ഒരിക്കലും ഈ സാമ്പത്തികമോ സുഖ സൗകര്യങ്ങളോ ഒന്നും കണ്ടിട്ടല്ല. മാത്രമല്ല ഈ സാമ്പത്തികവും സുഖ സൗകര്യവും ആർക്ക് വേണം? എനിക്ക് വേണ്ടതും സ്നേഹമാണ്, എല്ലാവരുടെയും സ്നേഹം, പിന്നെ കുറച്ച് സമാധാനം.
എനിക്ക് വേണ്ടപ്പെട്ടവര്, എനിക്ക് ഇതൊക്കെയല്ലേ വേണ്ടത്. അതുപോലെ തന്നെയാ മനുവേട്ടനും സാമ്പത്തികത്തിനോടൊന്നും ഒരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അപ്പൊ നീ പറഞ്ഞു വരുന്നതിനനുസരിച്ച് ഈ മനുവിനെ നിനക്കും അങ്ങോട്ടേക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ, ശരിയാണോ അലീന എന്ന് ചോദിച്ചപ്പം, അത് അതങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്കും എനിക്കും മനുവേട്ടനെ ഇഷ്ടാ. അപ്പൊ നിനക്കും അവൻ ഇങ്ങോട്ടുള്ള പ്രേമം അതേപടി അങ്ങോട്ടുണ്ടോ? അപ്പൊ നമ്മുടെ അലീന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ, അലീനയ്ക്ക് പറയാൻ പറ്റണില്ല. അപ്പൊ വല്യപ്പച്ചൻ പറഞ്ഞു, മോളെ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് പറ, അതിനിപ്പോ എന്താ, ഒന്ന് പറയ്. പിന്നെ ഈ മുറച്ചെറുക്കന് വിവാഹം കഴിക്കാന്നൊക്കെ ഉള്ളത് അങ്ങ് ഹിന്ദുക്കളല്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഈ ക്രിസ്ത്യൻസേ അവര് അങ്ങനെ ചെയ്യില്ല. അതെന്താണെന്ന് വെച്ചാല് സ്വന്തം സഹോദരനെ പോലെയാണ് ഈ അമ്മയുടെ ആങ്ങളാന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ ആങ്ങളയുടെ മോനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം സഹോദരനെ പോലെയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ജാതിയില് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മതത്തില് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, അതൊന്നും നമുക്ക് പാടില്ലെന്ന് പറഞ്ഞപ്പം ജാതി മതം ഇതൊക്കെ എന്നാ വല്യപ്പച്ച ഉണ്ടായത്? ഞങ്ങളവിടെയേ സ്നേഹനികേതനില് ജാതിയും മതവും ഒന്നും നോക്കിയല്ല ജീവിച്ചിരുന്നത്, ഭക്ഷണം കൊടുത്തിരുന്നത്, സഹകരിച്ചിരുന്നത്, സ്നേഹിച്ചിരുന്നത്. ഞങ്ങൾക്ക് ജാതിയും മതവും ഒന്നുമില്ലായിരുന്നു. എന്നെ എന്റെ ബ്രിജിത്തമ്മ ഒരു ക്രിസ്ത്യാനിയായിട്ട് വളർത്തിയത് എന്റെ അച്ഛൻ ക്രിസ്ത്യാനിയാന്ന് അറിഞ്ഞിട്ടല്ല. അതുപോലെ രേവതി കുട്ടീനെ എന്റെ ബ്രിജിത്താമ്മ ഹിന്ദു ആയിട്ട് വളർത്തിയത് അവള് ഹിന്ദു ആണെന്നൊന്നും അറിഞ്ഞിട്ടല്ല. അതെ, ഞങ്ങളെ മതം എന്തെന്നും അതിനുള്ളിലെ സ്നേഹം എന്തെന്നും ഒക്കെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളുടെ ബ്രിജിറ്റാമ്മ ഞങ്ങളെ അങ്ങനെ ഹിന്ദു ആയിട്ടും മുസ്ലിം ആയിട്ടും അതുപോലെ ക്രിസ്ത്യാനി ആയിട്ടും ഒക്കെ വളർത്തിയത്. അതിനൊന്നും ഒരു ഇതുമില്ല വല്യപ്പച്ച. ഹിന്ദു ആണെങ്കിൽ എന്താ, ക്രിസ്ത്യൻ ആണെങ്കിൽ എന്താ, മുസ്ലിം ആണെങ്കിൽ എന്താ, നമ്മളെല്ലാവരും മനുഷ്യരല്ലേ. നമ്മുടെയൊക്കെ ശരീരം മുറിക്കുമ്പോൾ ചോരയല്ലേ വരുന്നത്, നമുക്കെല്ലാവർക്കും മനസ്സല്ലേ ഉള്ളത്. അപ്പൊ അതിനിടയിൽ ഈ മതവും ജാതിയൊക്കെ നോക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ അലീനയുടെ മുമ്പിൽ അവതക്കുട്ടിച്ചായനൊന്ന് ചെറുതായതുപോലെ അവതക്കുട്ടിച്ചായന് തന്നെ തോന്നിട്ടോ. കാരണം ഒരു ഒരു അതായത് തന്നെക്കാളും എത്രയോ എത്രയോ വയസ്സിന് ഇളയത് ആ ഇളയ ആ ഇളയ ഒരു പെങ്കൊച്ചിന്റെ കയ്യിൽ നിന്നാണ് നമ്മുടെ അവതക്കുട്ടിച്ചായൻ ഇതൊക്കെ കേൾക്കുന്നത്. അവതക്കുട്ടിച്ചായൻ തന്നെ സത്യം പറഞ്ഞാൽ അങ്ങ് കൂടി അങ്ങ് പോയി. അങ്ങനെ അലീനയോട് പറഞ്ഞു, മോള് പറയുന്നതൊക്കെ ശരിയാണ്. സത്യം പറയാലോ അലീന, നിനക്ക് എന്താ അറിയാത്തത്? നിന്നിൽ നിന്ന് ഞാൻ എന്തൊക്കെയാ പഠിക്കുന്നത്? സത്യത്തില് ഞാനല്ലേ നിന്നെ ഓരോന്ന് പഠിപ്പിക്കേണ്ടത്, ഞാനല്ലേ നിനക്ക് മാതൃകയാകേണ്ടത്. നിന്റെ അപ്പന്റെ അപ്പൻ മാതൃകയാകേണ്ട സ്ഥാനത്ത് ദേ എന്റെ മുമ്പിൽ വന്ന് എന്റെ കൊച്ചുമോൾ എന്നെ ഓരോന്ന് പഠിപ്പിച്ചു തരുന്നു. ഇതിന് ഞാൻ എന്തോ ഭാഗ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ആകട്ടെ, ഏതായാലും മോക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടല്ലേ, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഏതായാലും ഇപ്പം അതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, സമയമായിട്ടില്ല, സമയമാകുമ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ നമ്മുടെ വല്യപ്പച്ചൻ പറയാ. ഇത് മാത്രമല്ല കേട്ടോ വല്യപ്പച്ചൻ പറയുന്നത്, സ്റ്റാർലീനെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാ മോളെ. ഏതായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. നീ വാശി പിടിച്ചാലേ സ്റ്റാൻലി എന്താ സമ്മതിക്കാത്തത്? ഇപ്പൊ നിന്റെ കയ്യിലാണല്ലോ സ്റ്റാൻലിയുടെ ചക്രം ഇരിക്കുന്നത്. അപ്പൊ നീ തിരിക്കുന്നതനുസരിച്ച് അവൻ തിരിയത്തുള്ളൂ. കുഴപ്പമില്ല, നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞു. ഏതായാലും അലീനയ്ക്കും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരു സങ്കടമൊക്കെ ഉണ്ട് അലീനയ്ക്ക് കേട്ടോ. നമ്മുടെ മനുവിന് എന്താ പറയാ, നമ്മുടെ മനുവിനോടൊന്ന് നന്നായിട്ട് സംസാരിക്കാനോ സ്വാതന്ത്ര്യത്തോടു കൂടി മനുവിന് അലീനോട് സംസാരിക്കാനോ ഉള്ള സ്പേസ് ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ രേവതിക്കുട്ടീനെയാണേ. അപ്പൊ രേവതിക്കുട്ടി ഇങ്ങനെ ഭയങ്കര ജോലിയിലാണ്. തൂക്കുന്നു, തുടയ്ക്കുന്നു, ചുക്രി വല അടിക്കുന്നു, ജനല് തുടയ്ക്കുന്നു, ഭയങ്കര ജോലി എന്ന് വെച്ചാൽ ഭയങ്കര ജോലി. അപ്പോഴത്തേക്കും ഗ്രേസ് വന്ന് പറയുന്നുണ്ട്, എടി പെണ്ണെ നീ എന്താടി ഈ കാണിക്കുന്നത്? കുറച്ചു നേരം ഒന്ന് നീ അടങ്ങിയിരിക്കുക, മതി കിടന്നോടി പെടച്ച് വൃത്തിയാക്കിയിട്ട്. നീ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ വൃത്തിയാക്കിയിട്ട്? ഇല്ലല്ലോ, ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇഷ്ടമുള്ളപ്പോ നിനക്ക് ചെയ്താൽ മതിയല്ലോ. ഇതിപ്പോ പെട്ടെന്ന് ഈ പണിയെല്ലാം തീർക്കണമെന്ന് നിനക്ക് എന്താ ഇത്ര നിർബന്ധം എന്ന് ചോദിച്ചപ്പോ, എന്റെ പൊന്നോ, അങ്ങോട്ടേക്ക് ഞാൻ എന്തെങ്കിലും പണി ചെയ്യാൻ പറഞ്ഞോ? ഇല്ലല്ലോ, എന്നെ അങ്ങ് വെറുതെ വിട്ടേരേ ഗ്രേസ് ആന്റി, ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്തു വെച്ചോട്ടെ, എന്നിട്ടേ എനിക്ക് അലീന ചേച്ചിനെ ഒന്ന് വിളിക്കാനുള്ളതാ. ഓഹോ, അപ്പൊ നിന്റെ അലീന ചേച്ചിനെ വിളിക്കാൻ വേണ്ടിയാണ് നീ ധൃതി പിടിച്ച് ഈ ജോലിയൊക്കെ തീർത്ത് വെക്കുന്നതല്ലേ? കൊള്ളാലോടി നീ. ഏതായാലും നന്നായിട്ടുണ്ട്, പേഷായിട്ടുണ്ട്. അല്ലെങ്കിലും അലീന ചേച്ചിനെ വിളിച്ചു കഴിഞ്ഞാലേ നിനക്ക് 2 മണിക്കൂർ 3 മണിക്കൂർ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. രണ്ടുപേരും ഇരുന്ന് സംസാരമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മാമച്ചൻ പറഞ്ഞു, അത് ശരിയാ ഗ്രേസി നീ പറഞ്ഞത്. അലീനെ വിളിച്ചാ പിന്നെ 2-3 മണിക്കൂർ നേരത്തിന് ഇവിടെ സ്വസ്ഥതയും സമാധാനവും ഉണ്ട്.
ഈ വീട്ടിലെ സ്വസ്ഥതയും സമാധാനവും അലീന വിളിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോ അയ്യടാ, എന്താ പറയുന്നത്? അപ്പൊ ഞാന് 2 മണിക്കൂർ 3 മണിക്കൂർ അങ്ങ് മാറി നിൽക്കുമ്പോ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടെന്നല്ലേ? കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പം രേവതിക്കുട്ടി, നീയേ 2 3 4 മണിക്കൂർ വിളിക്ക് അലീനയെ, ഞങ്ങളൊന്നും പറയുന്നില്ല. കാരണമേ ആ സമയത്താണേ ഞങ്ങൾ ഈ കൂട്ടിൽ നിന്നൊന്ന് വെളിയിലേക്ക് ചാടുന്നത്. അതിനുള്ള ഒരു കുറച്ച് സമയമെങ്കിലും നീ ഞങ്ങൾക്ക് താ. അതുകൊണ്ട് നീ വേഗം പണിയൊക്കെ തീർത്തിട്ട് നീ അലീന ചേച്ചിനെ വിളിച്ചോ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഗ്രേസി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗ്രേസി, ഏയ് ഒരു തെറ്റുമില്ല മാമച്ച, ഒരു തെറ്റുമില്ല, 100% ശരിയാന്ന് പറഞ്ഞപ്പോ ആഹാ, ഇപ്പൊ രണ്ടുപേരും കൂടെ ഒറ്റക്കിട്ടും ഈ രേവതി ഒറ്റയ്ക്കും ആയല്ലേ? കൊള്ളാം, നടക്കട്ടെ. ഈ 2 മണിക്കൂർ കഴിഞ്ഞേ ഈ രേവതി ഇങ്ങോട്ട് ഇറങ്ങും ഫോൺ വിളിച്ചിട്ട്, അപ്പോഴും ഇതൊക്കെ തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയി. അപ്പൊ മാമച്ചനും ഗ്രേസി മുഖത്തോട് മുഖമൊക്കെ നോക്കി ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി വന്ന് ഇരുന്നില്ല കേട്ടോ. അതിനു മുമ്പ് ദേ കോള് അലീനയുടെ. അങ്ങനെ രേവതിക്കുട്ടി, ചേടാ ഇത് കൊള്ളാലോ, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേ അലീന ചേച്ചി ഇങ്ങോട്ട് വിളിക്കുന്നു. ഇതെന്തൊരു പൊരുത്താ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് അലീന ചേച്ചി, എന്നാ അലീന ചേച്ചി അവിടുത്തെ വിശേഷങ്ങള് പറഞ്ഞേ, സുഖമായിട്ടിരിക്കുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ അലീന പറഞ്ഞു, മോളെ ഇവിടെ ഞാൻ സുഖമായിട്ടിരിക്കുന്നു, ഇവിടെ എന്ത് വിശേഷം, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. പിന്നെ ഇവിടുത്തെ പൗലോസേട്ടനില്ലേ, ഞാൻ കണ്ടം വഴി ഓടിച്ചു. അതെന്തിനാ പൗലോസേട്ടനെ ഓടിച്ചത്? ആലീന ചേച്ചി അങ്ങനെ സാധാരണ ഒരാൾ ഓടിക്കേണ്ടതല്ലല്ലോ. അത് പിന്നെ ഓടിക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മൾ ഓടിക്കണമല്ലോ. അതറിയണോ മോളെ നിനക്ക്? ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എൻ്റെ അപ്പനുണ്ടല്ലോ സ്റ്റാൻലി, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി, പുള്ളിക്കാരന്റെ വിചാരം പുള്ളിക്കാരൻ ആരാണ്ടാണ്, പുള്ളിക്കാരനെ ആരും തട്ടിക്കത്തില്ല വെട്ടിക്കത്തില്ല എന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ കുറെ കള്ളത്തരങ്ങൾ നടന്നു. ഒരു ബോധവും ഇല്ലാതെയാന്നേ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. എത്ര പൈസയാന്നറിയാമോ ഇവിടെ നിന്ന് സ്റ്റാഫുകളും വേലക്കാരൊക്കെ കൂടി തട്ടിയെടുത്തത്? അതെല്ലാം ഞാൻ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാനും ഇവിടുത്തെ എൻ്റെ വല്യപ്പച്ചനും കൂടെ ചേർന്നിട്ട് ഒരു ചിട്ടവട്ടങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കി. ഇപ്പം പൗലോസ് ചേട്ടൻ കണ്ടം വഴി ഓടി. അപ്പോഴത്തേക്കും അവിടുത്തെ പണിയൊക്കെ ആരാ ചേച്ചി ചെയ്യുന്നത്? ഇപ്പൊ ഞാന് ഇവിടുത്തെ അടുക്കള ഭരണം ഞാൻ ഏറ്റെടുത്തടി. അപ്പൊ അടുക്കള ഭരണം അലീന ചേച്ചിക്ക് കിട്ടിയോ? അടുക്കള ഭരണം എനിക്ക് കിട്ടി. ഇനിയിപ്പം ഈ വീടൊക്കെ ഒന്ന് ആകെപ്പാടെ മാറ്റിമറിക്കണം. പിന്നെ ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ ഒന്ന് മാറ്റണം. പട്ടാള ഭരണം എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അയ്യോ, ഞാൻ അത് അനുഭവിച്ചു. ഇപ്പൊ എന്തേ കേണലില്ലേ, റിട്ടയർഡ് കേണല്, പൂച്ചക്കുട്ടീനെ പോലെ എന്റെ മുമ്പിൽ വന്ന് നിപ്പുണ്ട്, പതുങ്ങി. എന്ത് ചെയ്യാനാ, പെട്ടുപോയില്ലേ? പൗലോസും പോയി, എല്ലാവരും പോയി. ഇപ്പം ഞാൻ മാത്രമുണ്ട് ഇവിടെ ജോലി ചെയ്യാനായിട്ട്. ഞാൻ ഉണ്ടാക്കുന്നത് ഇരുന്ന് കഴിക്കുക എന്നുള്ളതല്ലാതെ വേറെ നിവൃത്തിയില്ലെന്നേ ഇപ്പൊ റിട്ടയർഡ് കേണലിന് എന്നൊക്കെ പറഞ്ഞപ്പം അലീന ചേച്ചി കൊള്ളാലോ. പാവം അപ്പനെ വെട്ടിലാക്കിയല്ലേ. എങ്ങനെ വെട്ടിലാക്കാതിരിക്കും മോളെ? എത്ര രൂപയാണെന്നറിയാമോ ആൾക്കാർ തട്ടിച്ചെടുക്കുന്നത്? മാത്രമല്ല ഇവിടുത്തെ ചിട്ടവട്ടങ്ങളൊക്കെ മാറ്റിയില്ലെങ്കിൽ ശരിയാവില്ല. ഏതു നേരം ഒരു മദ്യക്കുപ്പിയും ഗ്ലാസും കൈ പിടിച്ച് ഇങ്ങനെ നടക്കുന്നേ. അതൊന്നും അത്രയ്ക്ക് ശരിയല്ലല്ലോ. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഇനി പതിയെ. പിന്നെ ഇവിടെ മനുവേട്ടൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. മനുവേട്ടൻ അങ്ങോട്ട് വന്നോ? മനുവേട്ടൻ ഇവിടെ വന്ന് കുറച്ചു നേരം ഇരുന്നു കേട്ടോ ഇവിടെ. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇവിടുത്തെ സ്ഥലവും അതുപോലെ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും കാണിച്ചു കൊടുത്തു. എൻ്റെ റൂം കാണിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. എന്നിട്ട് തിരിച്ചുപോയി. മനുവേട്ടൻ അത്രയ്ക്ക് റിസ്ക് എടുത്ത് അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിലേ ചേച്ചിയോട് അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിട്ടാ. ഈ പറയുന്ന സ്നേഹം അങ്ങോട്ടില്ലാത്തത് കഷ്ടമാണ് കേട്ടോ. അതെന്താ ചേച്ചി അലീന ചേച്ചി സ്നേഹിക്കാത്തത്? എന്ന് ചോദിച്ചപ്പോ എനിക്ക് സ്നേഹം ഉണ്ടല്ലോ. സ്നേഹമോ കള്ളി? സ്നേഹം മാത്രമല്ലല്ലോ, അതിനോട് പ്രേമം കൂടെ ഇല്ലേ? അത് പിന്നെ അത് തുറന്നു പറയാൻ മടിയാ. എനിക്കറിയാം, തുറന്നു പറയാൻ മടിയായിട്ടല്ല മോളെ. ഞാന് അർഹതപ്പെട്ടത് പോരെ നമ്മള് സെലക്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ വിവാഹം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ സമ്മതിച്ച് നടത്തേണ്ടതല്ലേ. ഞാൻ അവിടെ ചെല്ലുന്നതൊന്നും അവിടെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. വെറുതെ എന്തിനാ ഞാൻ മനുവേട്ടന് ആശ കൊടുക്കുന്നത്? അപ്പം മനുവേട്ടനെ ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് മനുവേട്ടനോട് സ്നേഹവും ഉണ്ട്. മനുവേട്ടൻ ഇങ്ങോട്ട് തരുന്ന സ്നേഹം 100 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണമെന്നുമുണ്ട്. പക്ഷേ
അത് അതിന്റെ സമയവും സന്ദർഭമൊന്നും ആയിട്ടില്ല മോളെ. അതൊക്കെ വിട്. നീ എന്തെടുക്കുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഗ്രേസി ആന്റിയും മാമച്ചനങ്ങളൊക്കെ? രണ്ടും ഇവിടെ ഉണ്ട്. പറഞ്ഞാൽ ഒരക്ഷരം അനുസരിക്കത്തില്ല. എന്ത് ചെയ്യാനാ, ഞാൻ മടുത്തു. ഓ ദേ കട്ട് തീറ്റ, ഞാൻ കാണാതെ എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നതെന്ന് അറിയാമോ? കഴിഞ്ഞ ദിവസവും കൂടെ ഷുഗർ നോക്കിയപ്പോഴത്തേക്കും ഹൈ ലെവലിൽ നിൽക്കുക. എന്ത് പറയാനാ, ഇപ്പൊ ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു തരി മധുരം ഇട്ട് ഞാൻ ഒന്നും കൊടുക്കത്തില്ല. പാവയ്ക്ക ജ്യൂസ് അടിച്ച് കലക്കി കൊടുക്കുന്നുണ്ട്. മോളെ, അങ്ങനെ അവരെ അങ്ങോട്ട് ഉപദ്രവിക്കാതെ. അവർക്കും ഇല്ലേ ആഗ്രഹം, പ്രായമായവരല്ലേ, അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? ഓഹോ, ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചിട്ട് എളുപ്പം മേളിലേക്ക് അങ്ങ് പോകാനാണോ? ഞാൻ സമ്മതിക്കത്തില്ല. ഒരു കണക്കിന് അതും ശരിയാ. എല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാ. ഇവിടെ ഞാൻ വല്യപ്പച്ചനോട് പറയാറുണ്ട്. അല്ല, വല്യപ്പച്ചൻ എന്തിയെ? വല്യപ്പച്ചനും കൊച്ചുമോളായിരുന്നല്ലോ കൂട്ട്. വല്യപ്പച്ചൻ ഇവിടെയുണ്ട്. ഇപ്പം വല്യപ്പച്ചനെ പുലരൂർക്ക് പോകാറില്ലെന്നേ. വല്യപ്പച്ചൻ ഇവിടെ ഉള്ളതാ എന്റെ ഏക ആശ്വാസം എന്ന് പറയുന്നത്. അത് ശരിയല്ലോ. അതെ, ഞാന് കഴിഞ്ഞ ദിവസം നെടുമ്പുരയ്ക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. രോഹിത്തേട്ടൻ എന്നോട് കുറെ സംസാരിച്ചു. ഓ, അപ്പൊ രോഹിത്തിനെ നീ വിളിച്ചായിരുന്നോ?